ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഷെബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബാജിക്കറി ആയിട്ടാണ്. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ കുറുകിയ ചാറോട് കൂടി അതേ ടേസ്റ്റിൽ ഒറ്റ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന കറിയാണ്. മെയിനായിട്ട് ഇതിലൊരു ഇൻഗ്രീഡിയൻ്റ് ആവശ്യമുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നമുക്ക് കറി കിട്ടുന്നതാണ്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. ഇത് ഒരു 4-5 ആൾക്കാർക്ക് കഴിക്കാനുള്ള സുഖമായിട്ട് കഴിക്കാനുള്ള കറിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എത്ര വേഗം നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായി 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിൽ വലിയ ഒരു ഉരുളക്കിഴങ്ങ് മാത്രം മതി ഈ കറിയിലോട്ട്. ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് പൊളിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെളുത്തുള്ളി ചെറുതായി നീളത്തിലരിഞ്ഞതും ഇഞ്ചി ചെറുതായി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 സബോള നന്നായി ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേപ്പിലയും ഒരു 2-3 പച്ചമുളക് നടുപൊളിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി കട്ട നിങ്ങൾക്ക് നന്നായി ഉടഞ്ഞു പോകുന്നില്ലെങ്കിൽ ഒരു അരിപ്പ എടുത്ത് ഒന്ന് അരിച്ച് ഒന്ന് എടുത്താലും മതിയാകും. ഇനി ഈ കലക്കി വെച്ച കടലമാവ് നമ്മൾ വഴറ്റി വെച്ചതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സിം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഈ കടലമാവിൻ്റെ ഒരു പച്ചമണോ പച്ചച്ചുവോ ഒക്കെ പോയി കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറുകും തോറും ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ കറിയുടെ കളറൊക്കെ ഇവിടെ നന്നായി മാറി വന്നിട്ടുണ്ട്. അപ്പോൾ കടലമാവിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് പോയി വന്നിട്ട് കറി ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് തോലിയൊക്കെ കളഞ്ഞ് ഇവിടെ ഉടച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ആ ചെറിയ ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ടാണ് എടുത്തത്. അപ്പോൾ എനിക്ക് തോന്നി പോരാന്ന്. അപ്പോൾ വലിയ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചെറിയ പീസ് കൂടി ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് അതുകൂടി ഉടച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നേരത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. ഇനി ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, അതായത് ഒരു നുള്ളു പഞ്ചസാര തന്നെയാണ്, അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കറി നന്നായി കുറുകി വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബാജിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേ ടേസ്റ്റാണ്, അതേ മണമാണ്, എല്ലാം അതേ ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ഒരു പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോ വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.